തൊഴിലെടുത്ത് മടുത്ത് മരവിച്ച് അല്ലേ സന്തോഷം അറിയാം അല്ലേ ചിന്ത ഒന്ന് മാറുക. അല്ല വേറെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജോലിയും അതിൻ്റെതായ പ്രശ്നങ്ങളും കുടുംബം അതിന്റെ പ്രാരാബ്ദങ്ങൾ അസുഖങ്ങൾ ആശുപത്രി നാനാതര പ്രശ്നങ്ങൾ ഇതിനാകെ പരിഹാരം ഉണ്ടാവുന്നില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരു സിനിമ കണ്ടാൽ ആ 2.5 മണിക്കൂറെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ പ്രാരാബ്ദങ്ങളൊക്കെ ഒഴിച്ചു നിൽക്കുക അല്ലെ. വെള്ളിത്തിര നായകൻ അല്ലെ അല്ലെങ്കിൽ വില്ലൻ ഈ മാതിരി ഇത് മാത്രം വേറെ ഒന്നുമില്ല. പക്ഷെ ആ സിനിമ കഴിഞ്ഞത് നമ്മൾ പുറത്തിറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴോ ഈ വീട്ടിലെ യാഥാർത്ഥ്യങ്ങളായി തന്നെ അവിടെ തുടരുകയാണ്. അപ്പൊ അത് അല്പനേരത്തെ ഒരു ചേഞ്ചാണ്. ഇപ്പൊ പറയണെന്ന് വെച്ചാല് നിങ്ങൾ ജീവിതത്തെ കുറിച്ച് യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, 24 മണിക്കൂർ ഇതായിരിക്കും. ഇപ്പോൾ ചാനലുകളും ഇത്തരം സാങ്കേതിക വിദ്യകളും ഇങ്ങനെയുള്ളവർക്ക് ഉപയോഗിച്ചുള്ളതാണ്. പിന്നെ അതിലേക്ക് വേറെ പല ചേരുവകളും ഒന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ വിനോദം ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് വിനോദത്തിനും ആവർത്തനവും മടുപ്പുണ്ടാവും അല്ലേ. ഏത് വിനോദത്തിനുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മറ്റു ചില അലക്കലുകൾ വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിരസത തോന്നി നിങ്ങൾ ഇത് ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇതിന്റെ വിരസത മാറ്റാൻ പറ്റുന്ന ചേരുവകൾ അതിൽ കൂടെ തന്നെ വേറെ വരും. അത് ജ്യോതിഷത്തിന്റെ രൂപത്തിലും അല്ലേ ആ ദൈവങ്ങളുടെ ആശംസകളുടെയും ഉത്ബോധനങ്ങളുടെയും അല്ലെങ്കിൽ അവതാരങ്ങളുടെ മഹത്വങ്ങളുടെ ഒക്കെ അവതരണത്തിന്റെ രീതിയിൽ ഇത് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ വലിയ വേണ്ട എന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പരിപാടികൾക്ക് ഈ തരത്തിലുള്ള പദവികൾ കിട്ടുക. എന്തായാലും ഇവിടെ കുട്ടികൾക്ക് അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ആളുകളെ ഇത്തരം സംഗതികൾക്കുള്ളിൽ ഒതുക്കി തളർത്തി നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ യാദൃച്ഛികമല്ല, വലിയ തോതിൽ നടക്കണം.